ഓരോരുത്തർക്കും ഓരോ വർത്തമാനം പരമാവധി ചുരുക്കാൻ ശ്രമിക്കുക. സഹോദരിമാരൊക്കെ ചിലപ്പോൾ അങ്ങനെയായിരിക്കും. ഞാനിപ്പോ അടുത്ത് എന്റെ വീട്ടുകാരിയെ കൊണ്ട് വാങ്ങുന്നു. ആ വീട്ടുകാരി അങ്ങനെ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, എന്തൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അവ എന്നോട് പറഞ്ഞു, ദൗർഭാഗ്യവശാൽ ഞാൻ വാങ്ങ് കേട്ടില്ല. അതെന്താ? അവളുടെ കൂടെ +2 പഠിച്ച ഒരു കൂട്ടുകാരിയെ അവിചാരിതമായിട്ട് സദസ്സിൽ വെച്ച് കണ്ടു. അപ്പൊ കണ്ടപ്പോ നിന്നെ ഇങ്ങോട്ടാ കെട്ടിച്ചത്, നിനക്ക് എത്ര കുട്ടികളാണ്, ഒന്നാമത്തെ കുട്ടി എവിടെ പഠിക്കുന്നത്, രണ്ടാമത്തെ കുട്ടി എവിടെ പഠിക്കുന്നത്, മാപ്പിള എന്താ ചെയ്യണത്, ജോലി, അമ്മായിമ്മ, വിശേഷങ്ങൾ, വീട്, കുടുംബം എല്ലാം കൂടെ പറഞ്ഞപ്പോ ഓൾക്ക് ഇതിന്റെ 2 മണിക്കൂർ തികയാതെ വന്നു. ബാക്കി പിന്നെ ഫോണിൽ പറയാന്ന് പറഞ്ഞിട്ട് നമ്പർ കൈമാറിയിട്ട് അവർ പോകുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ പരസ്പരം കണ്ടുമുട്ടി വർത്തമാനം പറയാൻ വന്നിരിക്കുന്ന കുറെ ആളുകൾ ഇവിടെ ഉണ്ടാവില്ല എന്നുണ്ടെങ്കിലും സാധ്യതയുണ്ടല്ലോ. അപ്പൊ അതൊക്കെ മാറ്റിവെച്ച് ശ്രദ്ധാപൂർവം വാഴ്ന്നു കേൾക്കുക. ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന കാര്യം ഇതാണ്. സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലേക്ക് അല്ലാഹു വിളിക്കുന്നത് ഓരോ അമലുകളോടും പ്രത്യേകമായ താല്പര്യമുള്ള ആളുകളെയാണ്. ഇത് കേട്ടപ്പോൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഈ കാര്യങ്ങളോടെല്ലാം താല്പര്യമുള്ള ഒരാളാണെങ്കിൽ എന്തായിരിക്കും അയാൾ, ഏത് വാതിലിലൂടെ ആയിരിക്കും അയാൾ പോവുക? അയാൾക്ക് നിസ്കാരത്തോട് വലിയ ഇഷ്ടമാണ്, അയാൾക്ക് ജിഹാദിനോട് വലിയ ഇഷ്ടമാണ്, അയാൾക്ക് സ്വതക്ക കൊടുക്കാൻ വലിയ ഇഷ്ടമാണ്, അയാൾക്ക് ഹജ്ജ് ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. ഏത് വാതിലൂടെയാണ് അയാൾ പോവുക? അവിടുന്ന് പറയുകയാണ്, അബൂബക്കർ എന്നവരെ, അങ്ങനെയുള്ള ആൾ സ്വർഗത്തിലേക്ക് കടന്നു വരുമ്പോ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും ആ മനുഷ്യനെ ഇങ്ങനെ മാടി 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 വിളിക്കും. എന്നിലൂടെ വരൂ, ഇതിലൂടെ വരൂ, ഇതിലൂടെ വരൂ എന്ന് പറഞ്ഞ് മാടി വിളിക്കും. വഅന്ത മിൻഹും യാ അബൂബക്കർ, അതിൽപ്പെട്ട ഒരാളാണ് താങ്കൾ എന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നോക്കിക്കൊണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങൾ നോക്കൂ, ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണ് വസയുജന്നബുഹൽ അത്ഖാ, ഏറ്റവും നന്നായി അല്ലാഹുവിനെ സൂക്ഷിക്കുന്നയാൾ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്നതാണ്. നേരത്തെ എന്താ പറഞ്ഞത്? നിങ്ങളിൽ വെച്ച് ഏറ്റവും ആദരണീയനായ ആൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവനാണ്. ഇവിടെ എന്താ പറയുന്നത്? നിങ്ങളിൽ വെച്ച് ഏറ്റവും ആദരണീയനായ ആൾ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്നതാണ്. അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ പ്രത്യേകത പറയുന്നു അല്ലാഹു, അല്ലദീ യുതി മാലഹു യതസക്കാ, പരിശുദ്ധി ആഗ്രഹിച്ചുകൊണ്ടാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ ധനം സ്വതക്ക ചെയ്യുന്നത്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ചില്ലേ? അടികൊണ്ട് വീണ് ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ വാർന്നൊഴുകി. ഇനി ഒരു ശ്വാസത്തിന്റെ അംശമേ ബാക്കിയുള്ളൂ. വേദന കൊണ്ട് നിലവിളിക്കാൻ പോലും കഴിയാതെ ഖുറൈശികൾ, കിങ്കരന്മാർ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മർദ്ദിക്കുമ്പോഴാണ് ആ വഴിയിലേക്ക് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. ഉമയ്യയോട് പറയുകയാണ്, ഉമയ്യ, നീ ബിലാലിനെ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? ഞാൻ ബിലാലിനെ കൊല്ലാൻ ഉദ്ദേശിക്കുന്നു. സിദ്ദീഖ് എന്നവർക്ക് മനസ്സിലായി, ബിലാലിന്റെ ശരീരത്തിൽ ജീവന്റെ ഒരംശമേ ബാക്കിയുള്ളൂ. ഉമയ്യത്ത് കച്ചവടക്കാരനാണ്, സിദ്ദീഖ് എന്നവരും വ്യാപാരിയാണ്. അതുകൊണ്ട് ചോദിച്ചു, എന്നാൽ കൊല്ലുന്നതിന് മുമ്പ് ഉമയ്യ, ബിലാലിനെ എനിക്ക് നീ വിൽക്കുമോ? കച്ചവടക്കാരനായ ഉമയ്യ ചിന്തിച്ചു, ബിലാൽ ഏതായാലും മരിക്കും, അല്പസമയം കഴിഞ്ഞാൽ ബിലാൽ മരിക്കും. അത്രയധികം മടിയും മിടിയും തൊഴിയും ഞങ്ങൾ ആ മനുഷ്യന് നൽകിയിട്ടുണ്ട്. അതിനേക്കാൾ അതുകൊണ്ട് ഏതായാലും മരിക്കുന്ന ഒരാളെ തൽക്കാലം വിൽക്കുകയും പണം വാങ്ങുകയും ചെയ്യലല്ലേ നല്ലത് എന്ന് ചിന്തിച്ചപ്പോ വലിയ ധനം ചെലവഴിച്ച് വലിയ ധനം വാങ്ങി ബിലാൽ എന്ന പാവപ്പെട്ട മഹാനായ സ്വഹാബിയെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിൽക്കുകയാണ്. ഇത് സംഭവിച്ചപ്പോൾ ആളുകൾ പലരും പലതും പറഞ്ഞു. ബിലാലിനോട് എന്തോ കടപ്പാട് അബൂബക്കറിനുണ്ട് എന്ന് ചില ആളുകൾ. മറ്റു ചില ആളുകൾ പറഞ്ഞു, കടപ്പാടല്ല, അബൂബക്കറിന് ആളുകൾക്കിടയിൽ പേര് കിട്ടാനാണ്, വലിയ ധർമ്മിഷ്ഠനാണ് എന്ന്, അടിമയെ ഈ ഒരവസ്ഥയിൽ മോചിപ്പിച്ച ആളാണെന്ന്
ബിലാലിനെ കുറിച്ച് ആളുകൾ, സിദ്ദീഖിനെ കുറിച്ച് ആളുകൾ പറയാനാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് സിദ്ദീഖ് മുതിർന്നിരിക്കുന്നത് എന്ന് മറ്റു ചില ആളുകൾ പറയാൻ തുടങ്ങി. പക്ഷേ അതിനൊക്കെയുള്ള മറുപടിയാണ് അല്ലാഹു പറയുന്നത്, വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ, പകരമായി നൽകപ്പെടേണ്ട ഒരു കാര്യവും ഒരാളുമായി ബന്ധപ്പെട്ടും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനില്ല. ബിലാലിനോട് കടപ്പാടില്ല, ആളുകൾക്കിടയിൽ പറയുവാനില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ താല്പര്യം എന്തുമാത്രമാണ്? ഇല്ലബ്തിഗാ വജ്ഹി റബ്ബിഹിൽ അഅലാ, ഉന്നതനായ അല്ലാഹുവിന്റെ പ്രീതി മാത്രമാണ്. അത് മാത്രമേ സിദ്ദീഖ് എന്നവരുടെ കൽബിലുള്ളൂ. ബിലാലിനെ മോചിപ്പിച്ചത് അതിനാണ്, കഷ്ടപ്പെടുന്നത് അതിനാണ്, റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നത് അതിനാണ്. ഇല്ലബ്തിഗാ വജ്ഹി റബ്ബിഹിൽ അഅലാ വലസൗഫ യർളാ. അല്ലാഹു തമ്പുരാൻ സിദ്ദീഖ് എന്നവരുടെ കാര്യത്തിൽ തൃപ്തിപ്പെടുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു അവിടുത്തെ സംബന്ധിച്ചു പറയുകയാണ്. നിങ്ങൾ നോക്കണേ പ്രിയപ്പെട്ടവരെ, ചെയ്യുന്ന കാര്യങ്ങൾ റബ്ബിന് വേണ്ടി സമർപ്പിച്ച് ചെയ്താൽ അവർക്കാണ് അല്ലാഹുവിന്റെ തൃപ്തിയുള്ളത്. അല്ലാഹുവിന്റെ തൃപ്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ തൃപ്തിയുള്ളവർക്കാണ് സ്വർഗം നൽകുന്നത്. ആ സംതൃപ്തിയുടെ വിചാരത്തിന്റെ, ആ സംതൃപ്തിയുടെ അടയാളമാണ് റഹ്മാനായ റബ്ബ് അളവറ്റ കൂലി നൽകുന്നത്. റഹ്മാനായ റബ്ബിൽ നിന്ന് സത്യത്തിൽ നമ്മൾ അതല്ലേ ചോദിച്ച് നേടിയെടുക്കേണ്ടത്? നമ്മളൊക്കെ ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഈ സദസ്സിന്റെ ഒരു വിചാരമായിട്ട് നിങ്ങൾ എടുക്കണം. നമ്മൾ ആവശ്യമുള്ളതും ഇല്ലാത്തതൊക്കെ ചോദിക്കുന്ന ആളുകളാണ്. ഇപ്പൊ നേരത്തെ ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോൾ പറഞ്ഞുവല്ലോ, ഈ സംഗതികളൊക്കെ നാട്ടുകാരായ നിങ്ങളുടെ നേതൃത്വത്തിൽ കമ്മിറ്റി ഭാരവാഹികൾ ചെയ്തതാണ്. എങ്ങനെ ചെയ്തതാണ്? നിങ്ങളോട് ചോദിച്ചു, നിങ്ങളോട് ആവശ്യപ്പെട്ടു. അത് നമുക്ക് മുമ്പേ ഉള്ള ഒരു ശീലമാണ്. ജനിച്ച് ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ നമ്മൾ ചോദിച്ചു, നമ്മളുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ മുലപ്പാൽ. നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ അത് ചോദിച്ചു, കരഞ്ഞു ചോദിച്ചു. വർത്തമാനം പറയാൻ തുടങ്ങിയപ്പോ നമ്മൾ അത് ആവശ്യപ്പെട്ടു. 2 വയസ്സായപ്പോൾ കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞു. 3 വയസ്സായപ്പോൾ ഉമ്മയുടെ ഫോൺ വേണമെന്ന് പറഞ്ഞു. ഇങ്ങനെ ആവശ്യമുള്ളതൊക്കെ, പണം വേണം, കളിപ്പാട്ടം വേണം, ബൈക്ക് വേണം, സൈക്കിള് വേണം, നമുക്ക് ഓരോ കാര്യങ്ങൾ മേടിക്കാൻ, ചോദിക്കാൻ. ആരിൽ നിന്നാണോ അത് കിട്ടേണ്ടത് അത് മുഴുവൻ നമ്മൾ ചോദിച്ച് മേടിച്ചവരാണ്. ഭർത്താവിൽ നിന്ന് ചോദിക്കുന്നവരാണ്, ഭാര്യയിൽ നിന്ന് ചോദിക്കുന്നവരാണ്, രക്ഷിതാവിൽ നിന്ന് ചോദിക്കുന്നവരാണ്, അയൽവാസിയിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന്. എങ്ങനെയാണോ അത് കിട്ടേണ്ടത് ആ മാർഗം മുഴുവൻ നമുക്കറിയാം. എന്താണോ കിട്ടേണ്ടത് അത് മേടിക്കാൻ നമുക്കറിയാം. ഞാൻ എന്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല, എന്റെ മനസ്സിൽ തെളിഞ്ഞിട്ടുണ്ടാവും. എന്നാൽ യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടേണ്ടത് എന്താണ്? ഇവിടുന്ന് കിട്ടുന്നതൊക്കെ അത്യാവശ്യത്തിന് അല്ലെങ്കിൽ ഏതാനും സമയത്ത് ആവശ്യത്തിന് ശരിക്ക് ശാശ്വതമായി കിട്ടേണ്ടത് എന്താണ് സഹോദര? എന്താണ് സഹോദരി? അത് മറ്റൊന്നുമല്ല, അൽ ജന്ന, അത് സ്വർഗമാണ്. അതല്ലാതെ മറ്റെന്താണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ശാശ്വതമായിട്ട് വേണ്ടത്? അത് ചോദിക്കേണ്ടത് അല്ലാഹുവിനോടാണ്. അല്ലാഹു അത് നൽകാൻ തയ്യാറാണ്. പക്ഷെ ഞാൻ എന്നോടും നിങ്ങളോടും ചോദിക്കുകയാണ്, യഥാർത്ഥത്തിൽ നമ്മൾ റബ്ബിന്റെ മുമ്പിൽ ആ ആവശ്യം മനസ്സറിഞ്ഞ് ഉന്നയിക്കാറുണ്ടോ? നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കൂ. ചില ആളുകൾ ചിന്തിക്കൂ, എന്തിനാണ് ഇപ്പൊ അള്ളാഹുവിനോട് നമ്മൾ ഇങ്ങനെ ചോദിക്കുന്നത്? അള്ളാഹ്ക്ക് അറിയാനോ ഞാൻ നിസ്കരിക്കുകയാണ്, അള്ളാഹ്ക്ക് അറിയാനോ ഞാൻ സ്വതക്ക ചെയ്യാണ്, അള്ളാഹ്ക്ക് അറിയാനോ ഞാൻ വഅദ് പറയാണ്, ഞാൻ എന്തിനാ നിങ്ങളത് വരക്കുന്നത്? അല്ലെങ്കിൽ എന്തിനാ അള്ളാഹിനോട് ചോദിക്കുന്നത്? അള്ളാഹിനോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത് എന്തിനാണ്? ഒരു മുഅ്മിൻ ചോദിക്കൂല. അതിനുള്ള ഏറ്റവും വലിയ തെളിവായിരുന്നു മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം. എല്ലാവരും ഉറക്കെ പറയും, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്ത സംഗതി എന്താണ്? നമ്മളുടെ നാട്ടിൽ ഇപ്പൊ പള്ളി ഉണ്ടാക്കുകയാണ്. എല്ലാവരും എന്തൊക്കെ സ്വതക്കകൾ നൽകി, എന്തെല്ലാം ദുആകൾ നടത്തി. സ്വതക്ക നൽകിയ ആളുകൾ എന്തൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പള്ളി പോലെയുള്ള പള്ളിയുടെ അടുത്ത് പോലും നമ്മളുടെ പള്ളിയൊന്നും എത്തൂല്ലോ. ഇബ്രാഹിം നബി ഉണ്ടാക്കിയ പള്ളി ഏതാണ്?
വിശുദ്ധമായ കഅബയാണ്. ഇബ്രാഹിം നബിയോടൊപ്പം ഇബ്രാഹിം നബിയുടെ മകനുണ്ടായിരുന്നു, സഹായിക്കാൻ തന്റെ ഭാര്യയായ ഹാജർ എന്നവരുണ്ടായിരുന്നു. എന്റെ സഹോദരി സഹോദരന്മാരൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ ഉപ്പയും മകനും അള്ളാഹുവിന്റെ കൽപ്പന സ്വീകരിച്ച് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ബഹുമാനപ്പെട്ട രണ്ടു പേരും ഇങ്ങനെ കഅബാലയം ഉണ്ടാക്കി. അങ്ങനെ കഅബാലയം പൂർത്തിയായി. നിങ്ങൾ ചിന്തിക്കൂ, ഇബ്രാഹിം നബിക്കറിയില്ലേ ഇത് അള്ളാഹു എന്നോട് പറഞ്ഞതാണ്? അള്ളാഹ്ക്കറിയില്ലേ ഞാൻ ചെയ്ത കാര്യം ഇബ്രാഹിം നബി നിർവഹിച്ചിട്ടുണ്ട് എന്ന്? പക്ഷേ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത് നിർമ്മിച്ച ശേഷം അള്ളാഹുവിന്റെ മുമ്പിൽ ചെയ്യുന്ന ദുആ ഏതാണ്? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും നീ ഇത് സ്വീകരിക്കണമേ. ഇതാണ് നമുക്കുള്ള ഏറ്റവും വലിയ പാഠം. നമ്മളുടെ ഓരോ കാര്യങ്ങളുടെയും മുന്നിലും പിന്നിലുമായി നമ്മൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിച്ചുകൊണ്ടേയിരിക്കണം. ചോദിച്ചാൽ തരാൻ അള്ളാഹു തയ്യാറാണ്. ഏത് സന്ദർഭങ്ങളിലും അത് ആഗ്രഹിക്കണം. നമ്മൾ ആ പ്രവർത്തനങ്ങളിലൂടെ അഅമാലുകളിലൂടെ സ്വർഗമെന്ന് കേട്ടാൽ സ്വർഗമെന്ന താല്പര്യത്തിന് വേണ്ടി അഥവാ റബ്ബിന്റെ അടുക്കലുള്ള വിജയം എന്ന മോഹത്തോടെ എല്ലാ സൽക്കർമ്മങ്ങളിലേക്കും വേഗത്തിൽ പോകുവാൻ നമുക്ക് സാധ്യമാകണം. അതായിരുന്നു നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സ്വഹാബികളുടെയും മുഖ്യമായ അധ്യാപനം എന്ന് പറയുന്നത്. സ്വഹാബികളോട് എന്ത് വഅളാ പറഞ്ഞത്? പ്രവാചകന്മാർ ഈ ഉമ്മത്തിനോട് എന്ത് വഅളാ പറഞ്ഞത്? പ്രവാചകന്മാർക്ക് മുഴുവൻ അല്ലാഹു നൽകിയ ഒരു പേരുണ്ടല്ലോ, വമാ നുർസിലുൽ മുർസലീന ഇല്ലാ മുബശ്ശിരീന വമുൻദിരീൻ. ഒരു പ്രവാചകനെയും ഈ ലോകത്തേക്ക് താക്കീത് ചെയ്യുന്നവനായിട്ടല്ലാതെ നാം അയച്ചിട്ടില്ല. ഒരു പ്രവാചകനെയും ഈ ലോകത്തേക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നവനായിട്ടല്ലാതെ നാം അയച്ചിട്ടില്ല. തങ്ങളെ സംബന്ധിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞ മനോഹരമായ വാക്ക് ഏതാണ്? ഇന്നാ അർസൽനാക ശാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. നബിയെ അങ്ങ് അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന ആളാണ്. നബിയെ അങ്ങ് സൂര്യനാണ്, അങ്ങ് കത്തിജ്വലിക്കുന്ന സൂര്യനാണ്, അങ്ങ് ഷാഹിദാണ്. പിന്നെ അങ്ങ് ആരാണ്? വമുബശ്ശിറൻ വനദീറാ, അങ്ങ് സന്തോഷ വാർത്ത അറിയിക്കുന്ന ആളാണ്. നബി എന്ത് സന്തോഷ വാർത്തയെ അറിയിച്ചത്? നിങ്ങൾക്ക് ബിരിയാണി കിട്ടും, നിങ്ങള് സന്തോഷത്തോടു കൂടെ ദുനിയാവിൽ നല്ല വീടുണ്ടാക്കി ജീവിച്ചോളൂ, നിങ്ങൾക്ക് ഇവിടെ അത് വരാനുണ്ട് ഇത് വരാനുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല. എന്താ റസൂലുള്ളാഹിന്റെ സന്തോഷ വാർത്ത? എന്താ? നിങ്ങൾ സൽക്കർമ്മം ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്. അത് ഓരോന്നിനും നിങ്ങൾ ഉമ്മയെ സ്നേഹിച്ചാൽ അപ്പൊ പറയാം, 1 മണിക്കൂർ കഴിയണം, നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് സ്വർഗമുണ്ട്. നിങ്ങൾക്ക് എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്. നിങ്ങൾ നന്മകൾ ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്. നിങ്ങൾ ഖൈറായ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്. ഖുദാനെ ലഗായേ ജന്നത്ത് ഔർ ന സജായേ മുഹമ്മദ്, ഖുദാനെ ലഗായേ ജഹന്നം ഔർ ന ബുജായേ മുഹമ്മദ്. അല്ലാഹു ഒരു സ്വർഗമുണ്ടാക്കി. മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വർഗത്തെ അലങ്കരിച്ചു. അല്ലാഹു ഒരു നരകമുണ്ടാക്കി. മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഊതിക്കെടുത്തുകയുണ്ടായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പണി എന്തായിരുന്നു? ഓരോ സന്ദർഭത്തിലും സ്വർഗം വേണോ? നിങ്ങൾക്ക് സ്വർഗം വേണോ? നിങ്ങൾക്ക് സ്വർഗം ആവശ്യമുണ്ടോ? എന്നാൽ നിങ്ങൾ ഇന്ന പണി ചെയ്തോളൂ. അത് കേട്ടാൽ സ്വഹാബികൾക്ക് എന്തൊരു ആവേശമായിരുന്നു, അവർക്ക് എന്തൊരു കരുത്തായിരുന്നു. അവർ എല്ലാം മറക്കുമായിരുന്നു. മഹാനായ സയ്യിദുനാ അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? റസൂലുള്ളാഹിന്റെ കൂടെ എല്ലാ ദിവസവും സുബ്ഹ് നിസ്കരിക്കാൻ മഹാനവറുകൾ പള്ളിയിൽ ഉണ്ടാകാറുണ്ട്. അങ്ങനെ പള്ളിയിൽ എല്ലാ ദിവസവും സുബ്ഹ് നിസ്കരിക്കാൻ ഉണ്ടാകുന്ന അബൂ ദുജാന റളിയല്ലാഹു അൻഹു ഏതാനും ദിവസങ്ങൾക്ക് നബി തിരുമേനി കാണുകയാണ്. സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ ഉടനെ ബഹുമാനപ്പെട്ടവർ എഴുന്നേറ്റ് പോവുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ എല്ലാ ദിവസവും നോക്കും.
സുബഹിക്ക് ശേഷം സ്വഹാബികളൊക്കെ ഇരിക്കുമ്പോ ബഹുമാനപ്പെട്ട അബൂ ദുജാന അവിടെ ഇരിക്കുന്നത് കാണുന്നില്ല. അങ്ങനെ എല്ലാ ദിവസവും പോകുന്നത് കണ്ടപ്പോൾ ഒരിക്കൽ നബി തിരുമേനി ബഹുമാനപ്പെട്ട അബൂ ദുജാനയെ വിളിച്ചു, മോനെ ഇങ്ങോട്ട് വരൂ. അദ്ദേഹം വന്നു. യാ റസൂലല്ലാഹ് ലബ്ബൈക യാ റസൂലല്ലാഹ്. എന്തിനാണ് നബിയെ അങ്ങനെ വിളിച്ചത്? അബൂ ദുജാന, എല്ലാ ദിവസവും സുബ്ഹ് നിസ്കാരം കഴിഞ്ഞാൽ താങ്കൾ വേഗത്തിൽ പോകാറുണ്ടല്ലോ. എന്താണ് താങ്കൾ വേഗത്തിൽ പോകുവാനുള്ള കാരണം? ബഹുമാനപ്പെട്ടവര് പറയുന്നു, നബിയേ, എന്റെ തൊട്ടടുക്കലുള്ള പറമ്പ് ഒരു ജൂതന്റെ പറമ്പാണ്, ഒരു മുനാഫിക്കിന്റെ പറമ്പാണ്. ഈത്തപ്പഴങ്ങൾ പഴുത്ത് പാകമായി നിലത്ത് വീഴുന്ന കാലമാണല്ലോ. ആ ഈത്തപ്പഴങ്ങൾ എന്റെ പറമ്പിലേക്ക് വീണിട്ട് ഞാൻ ചില ദിവസങ്ങളിൽ ചെല്ലുമ്പോൾ എന്റെ മക്കളത് പെറുക്കിയെടുത്ത് കഴിക്കാറുണ്ട് നബിയേ. എന്റെ പറമ്പിൽ വന്നിട്ട് അയൽപക്കത്തുള്ള കുഞ്ഞുങ്ങളത് കഴിക്കാറുണ്ട്, എന്റെ മക്കളും കഴിക്കാറുണ്ട്. ഞാൻ അല്ലാഹുവിനെ ഭയന്നു പോയി, റബ്ബേ, എന്റെ മക്കളായി ഈത്തപ്പഴങ്ങൾ കഴിച്ചാൽ അതെനിക്ക് വലിയ പ്രയാസമാകുമല്ലോ. നിന്റെ മുമ്പിൽ ഞാൻ എന്റെ മക്കൾ ഹറാമായ ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ പ്രയാസപ്പെടുമല്ലോ. അതുകൊണ്ട് വേഗത്തിൽ സുബ്ഹ് നിസ്കാരം അങ്ങയോടൊപ്പം നിർവഹിച്ച് എന്റെ വീട്ടിലേക്ക് ഓടിപ്പോയി ആ ഈത്തപ്പഴങ്ങൾ മുഴുവൻ, ആ കാരക്കകൾ മുഴുവൻ അയൽ വീട്ടിലേക്ക് എടുത്തിടാൻ, അയൽ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കാൻ റസൂലേ ഞാൻ വേഗത്തിൽ പോകുന്നതാണെന്ന് ഈ സ്വഹാബി പറഞ്ഞപ്പോ നബിക്കും സ്വഹാബികൾക്കും വലിയ വിഷമമായി. അങ്ങനെ ഒരു പ്രയാസമുണ്ടോ? ഈ മനുഷ്യനെന്നാൽ ആ ഈത്തപ്പനകളെന്ന് വാങ്ങിച്ചു കൊടുത്താലോ? ആ അയൽവാസിയെ നബി വിളിപ്പിക്കുകയാണ്. അയാൾ ഇങ്ങനെ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അബൂ ദുജാനയുടെ വീടിന്റെ സമീപത്തുള്ള ആ ഈത്തപ്പനകൾ നിങ്ങൾ ഇദ്ദേഹത്തിന് കൊടുക്കുമോ? അദ്ദേഹത്തിന് അതിന്റെ പേരിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്, നിങ്ങളത് കൊടുക്കാൻ തയ്യാറാണോ? അല്ലാഹുവിന്റെ റസൂലിനോട് അയാൾ പറയുന്നു, യാ റസൂലല്ലാഹ്, പകരം എനിക്ക് വില തരുമോ? നബി പറഞ്ഞു, പകരം വില തരാൻ എനിക്കിവിടെ ഇല്ല. പകരം നിനക്ക് ഞാൻ സ്വർഗത്തിലെ ഈത്തപ്പനകൾ തരാം, സ്വർഗത്തിലെ ഈത്തപ്പന തോട്ടങ്ങൾ തരാം. അയാൾ കളിയാക്കുകയാണ്, മുഹമ്മദ് നബിയെ, എന്തിനാണ് എനിക്ക് സ്വർഗത്തിലെ ഈത്തപ്പനകൾ കിട്ടുന്നത്? എനിക്ക് ഇവിടെ വല്ലതും കിട്ടാനുണ്ടോ? ഇവിടെ വല്ലതും നിങ്ങൾക്ക് തരാനുണ്ടോ? ഇന്ന് നമുക്കിടയിലുള്ള പരിഹാസത്തിന്റെ പഴയകാല വർത്തമാനങ്ങൾ, ഇന്ന് സ്വർഗത്തെ ചോദ്യം ചെയ്യുന്നവർ, മുഅ്മിനീങ്ങളുടെ ഇബാദത്തുകളെ പരിഹസിക്കുന്നവർ, അത് മുമ്പേ മുനാഫിഖീങ്ങൾ പരിഹസിച്ചു വെച്ചതാണ്. അവര് കളിയാക്കിയതല്ലാത്ത ഒന്നും ഇന്നും ലോകത്താരും പറയുന്നില്ല. പുതിയ പരിഹാസങ്ങൾ ഒന്നുമില്ല, എല്ലാം മുമ്പേ പരിഹസിക്കപ്പെട്ടു പോയതാണ്. ഇയാളിത് പറഞ്ഞ് കളിയാക്കിയപ്പോൾ നബിയോടൊപ്പം ഉണ്ടായിരുന്ന അബൂ ദഹ്ദാഹ് എന്ന സ്വഹാബി നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എങ്കിൽ ഞാൻ അയാളുമായിട്ടൊരു കച്ചവടം നടത്തട്ടെയോ? പകരം എനിക്ക് സ്വർഗത്തിലങ്ങ് ഈത്തപ്പനത്തോട്ടം തരുമോ? ഉറപ്പാണ് അബൂ ദഹ്ദാഹ്. അയാളോട് ആ സ്വഹാബി സംസാരിക്കുകയാണ്, നിങ്ങളുടെ ആ തോട്ടം ഈ മനുഷ്യന് നിങ്ങൾ കൊടുത്താൽ പകരം നിങ്ങൾക്ക് ഞാൻ എന്റെ ഒരു തോട്ടം തരാം. തോട്ടത്തിന്റെ സ്ഥലം പറഞ്ഞു കൊടുത്തു. അയാളത് സമ്മതിച്ചു. നബിയുടെ മുമ്പിൽ വെച്ച് അയാൾ അബൂ ദുജാനക്ക് കൊടുക്കേണ്ട ഭാഗം നിർണയിച്ചു കൊടുത്തു. അബൂ ദഹ്ദാഹ് തന്റെ തോട്ടത്തിലേക്ക് ഓടിപ്പോവുകയാണ്. കാരണം തന്റെ ഭാര്യയും മക്കളും തോട്ടത്തിലുണ്ട്. ഓടിപ്പോകുമ്പോൾ ഉമ്മു ദഹ്ദാഹും കൂട്ടുകാരും സഹോദര മക്കളും തോട്ടത്തിലുണ്ട്. തോട്ടത്തിന്റെ പുറത്ത് നിന്നുകൊണ്ട് ഉമ്മു ദഹ്ദാഹിനെ വിളിക്കുകയാണ്, ഉമ്മു ദഹ്ദാഹിനെ പുറത്തേക്ക് വരൂ, ഞാൻ ഈ തോട്ടം വിൽപ്പന നടത്തിയിരിക്കുന്നു. ആ വിളിയാളം കേട്ട ഭാര്യ ഇങ്ങനെ വരുമ്പോ അവർ ഉറക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട്, എന്ത് വിലയാണ് നിങ്ങൾക്ക് കിട്ടിയത്? പകരം നിങ്ങൾക്ക് എത്ര രൂപയാണ് കിട്ടിയത്? എന്ത് വിലയാണ് കിട്ടിയത്? അബൂ ദഹ്ദാഹ് മറുപടി പറയുന്നു, എനിക്ക് ദുനിയാവിലുള്ള വിലയല്ല, പകരം എനിക്ക് അല്ലാഹുവിന്റെ ഹബീബ് സ്വർഗത്തിലുള്ള തോട്ടം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉമ്മു ദഹ്ദാഹ് അത് കേട്ടപ്പോ മക്കളോടൊപ്പം ആടി ഉല്ലസിക്കുകയാണ്. അബൂ ദഹ്ദാഹിനോട് പറയുകയാണ്, റബിഹ ബൈഉക യാ അബൂ ദഹ്ദാഹ്, അബൂ ദഹ്ദാഹ്, നിങ്ങൾ എത്ര ലാഭകരമായ കച്ചവടമാണ് നടത്തിയിരിക്കുന്നത്. സ്വർഗം കേട്ടാൽ അവർക്ക് മറ്റൊന്നുണ്ടായിരുന്നില്ല. അത് കാരണത്താലാണ് അവർ ഇബാദത്തുകളിൽ വലിയ ശക്തിയുള്ളവരായിരുന്നത്. കാരണം അവരുടെ മുമ്പിൽ സ്വർഗം പറയുന്നത് ആരാണ്? ആ സ്വർഗം കണ്ടയാളാണ്.
വിജയത്തിന്റെ അടയാളങ്ങൾ കണ്ടയാളാണ്. തേരെ ലിയേ ദുനിയ ബനി ഹേ ആബാദ് ആലം तेरे करम से तूने जहां में महफिल सजाई तारीकियों में शम्मा जलाई गर तू न होता तो दुनिया थी खाली सारे नबी तेरे डर के सवाली शाहे मदीना മദീനയുടെ ചക്രവർത്തിയായ ഈ ലോകം മുഴുവൻ പടക്കപ്പെടാൻ കാരണക്കാരനായ സയ്യിദുനാ വ നബിയുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് നമ്മളെ പോലെയല്ല, അവിടുന്ന് സ്വർഗം കണ്ടയാളാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് അവിടെ പോകാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അതിനു വേണ്ടിയുള്ള ഒരുക്കം നമുക്ക് നടത്താൻ കഴിയുന്നുണ്ടോ? നമ്മളുടെ ഇന്നത്തെ സമയം ചെലവഴിക്കുന്ന രൂപങ്ങളും രീതികളും ഒക്കെ എങ്ങനെയാണ്? പുതിയ കുട്ടികൾ, രക്ഷിതാക്കളായ നമ്മളുടെ കാര്യം അവിടെ നിൽക്കട്ടെ, പുതിയ കുട്ടികൾ അവരുടെ ഉണർന്നിരിക്കുന്ന മണിക്കൂറുകളിൽ എത്ര ശതമാനമാണ് സാമൂഹിക മാധ്യമങ്ങളിൽ അഭിരമിക്കാൻ വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്നത്? അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മുൻ വർഷങ്ങളെക്കാൾ എത്ര ബില്യൺ ഡോളറുകളാണ് ഫേസ്ബുക്കിനും ട്വിറ്ററിനും യൂട്യൂബിനും അതുപോലെ ഇൻസ്റ്റഗ്രാമിനും ഒക്കെ ലാഭം കിട്ടിയതെന്ന് ചെറുപ്പക്കാരൊക്കെ ഒന്ന് പഠിച്ചു നോക്കിയാൽ മതി. ഓരോ വർഷവും സാധാരണ ഒരു കച്ചവടമാണെങ്കിൽ മുൻ വർഷത്തെക്കാൾ 10%, 50%, 75%, ഇത് അതിൻ്റെയൊക്കെ എത്രയോ അപ്പുറത്തുള്ള ശതമാനം. കാരണം എന്താ? ലോകം മുഴുവൻ ഇതിനങ്ങ് കെട്ടുപണഞ്ഞ് ജീവിക്കണം. നമുക്ക് പറയാൻ കഴിയുമോ എന്റെ വിയർപ്പിന്റെ അധ്വാനം ഇൻസ്റ്റഗ്രാമിന്റെ മുതലാളിയുടെ കീശയിലാണ്, എന്റെ വിയർപ്പിന്റെ അധ്വാനം യൂട്യൂബിന്റെ മുതലാളിയുടെ അടുക്കലില്ല എന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? നമുക്കതങ്ങോട്ട് മാറ്റിവെക്കാൻ നമുക്കെന്നല്ല നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയുന്നില്ല. വളരെ ദൗർഭാഗ്യമാണ്. മക്കളുടെ കളിപ്പാട്ടം, നമുക്ക് പ്രധാനപ്പെട്ട ഒരു സംഗതിക്ക് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് 100% ശ്രദ്ധിക്കാൻ കഴിയില്ല. ആ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവര് ഭൗതികമായ ലോകത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് പോലും. സാങ്കേതിക സംവിധാനങ്ങളാണ് എല്ലായിടത്തും ഉള്ളത്, പക്ഷെ അതുകൊണ്ടല്ല. അവര് ഇത് കാണാൻ, ഇത് അനുഭവിക്കാൻ, ഇത് ആസ്വദിക്കാൻ. അതെന്താ കാരണം? എങ്ങനെ അവർക്ക് ഇങ്ങനെയുള്ള മേഖലകളിൽ വലിയ താല്പര്യവും അതിനോട് വലിയ ഇഷ്ടവും വലിയ മോഹവും വന്നു? അതിന്റെ കാരണം എന്താണ്? രണ്ടാമത്തെ ഒരു കാരണം എനിക്ക് തോന്നുന്നില്ല. പാപ്പയായ എന്നെ എന്റെ മക്കള് കാണുമ്പോ ഞാൻ യൂട്യൂബിൽ കാര്യങ്ങൾ കാണും, അവരോട് വർത്തമാനം പറയണില്ല. നിസ്കാരത്തിന് ജമാഅത്തിന് പോകാതെ, അതുപോലെ പഴയ കാലത്ത് പറയില്ല TV കണ്ടിരിക്കുകയാണ്. ഇത് അതിനേക്കാൾ ഭീകരമായ രീതിയിൽ ഉമ്മമാരുടെ ബെഡ്റൂമുകളിൽ നിന്ന് മക്കൾ കേൾക്കുന്ന ശബ്ദം എന്തിൻ്റെതാണ്? ബാപ്പമാരുടെ കണ്ണുകളിൽ ഈ മക്കൾ കാണുന്ന കാഴ്ച എന്താണ്? ഈ ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു മദ്രസയുടെ മുമ്പിലിരിക്കുന്ന ഒരു പള്ളിപ്പണിക്ക് നാട് മുഴുവൻ നേതൃത്വം നൽകുന്ന ഈ നാട്ടിലുള്ള മുസ്ലിങ്ങൾ ചിന്തിക്കണം, ഇങ്ങനെ പോയാൽ നമ്മളെ നിയന്ത്രിക്കുന്നില്ല, നമ്മളുടെ മക്കളെ നിയന്ത്രിക്കാനൊട്ട് കഴിയുന്നില്ല. ആലോചിച്ച് ചിന്തിച്ച് സ്വയം തീരുമാനം എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, സ്വയം തീരുമാനം എന്താ? ഒഴിവാക്കുക എന്നുള്ളതിന്റെ തീരുമാനം. ആവശ്യത്തിന് ഉപയോഗിക്കുക എന്നുള്ളതാണ് തീരുമാനം. ആവശ്യത്തിന് ഉപയോഗിക്കുക, അനാവശ്യമായിട്ടുള്ള ഉപയോഗങ്ങൾ മുഴുവൻ ഒഴിവാക്കുക. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ എന്റെ വെളിപ്പായിട്ട് പറയില്ല, ഞാൻ ഏത് മൊബൈലാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്കോ എന്റെ കൂടെ ഭക്ഷണം കഴിച്ച ആളുകൾക്കോ ഇപ്പൊ എന്റെ കൂടെ വേദിയിരിക്കുന്ന ആളുകൾക്കോ അറിയില്ല. കാരണം എന്റെ ഒരു തീരുമാനമാണ്. നമ്മൾ ഇതുപോലൊരു മജ്‌ലിസിലേക്ക് വരുമ്പോൾ, ആളുകളുടെ അടുക്കിലേക്ക് വരുമ്പോൾ എന്റെ ഒരു തീരുമാനമാണ്. അത് നിർവഹിക്കാൻ പരമാവധി ഞാൻ ശ്രമിക്കാറുണ്ട്. ഫോൺ തൽക്കാലം ഉപയോഗിക്കരുത്. അത് വാഹനത്തിൽ വെക്കുക. എനിക്കെന്താ ഫോണിൽ നോക്കിയിട്ട് വഴക്ക് പറയാൻ കഴിയില്ല. കാരണം ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത്, നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് 100% ആ പ്രസംഗത്തിൽ എന്റെ ശ്രദ്ധ വേണമെങ്കിൽ ഞാൻ മറ്റൊന്നിലേക്ക് പോകാൻ പാടില്ല. ഡ്രൈവിംഗിന്റെ ഇടയിൽ ഫോൺ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. നമ്മളിങ്ങനെ എത്ര കാലം ഞാൻ ഡ്രൈവിംഗിൽ ഫോൺ ചെയ്തിട്ട് എനിക്ക് അപകടമൊന്നും പറ്റിയിട്ടില്ലല്ലോ. പക്ഷെ എവിടെയെങ്കിലും പറ്റിക്കൂടായികല്ലോ. ഇൻസ്റ്റഗ്രാമും വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ ഡ്രൈവിംഗിന്റെ ഇടയിൽ വരെ കൈകാര്യം ചെയ്യുന്ന ചെറുപ്പക്കാരെ കാണാൻ കഴിയും.
നമ്മൾ മനസ്സറിഞ്ഞ്, കാരണം നമ്മളുടെ അജണ്ടയോ നമ്മളുടെ താല്പര്യമോ അതിലുള്ളതല്ലല്ലോ. ആണോ? നമ്മളുടെ താല്പര്യം എന്താണ്? അള്ളാഹുവിന്റെ സ്വർഗം. ഈ വാട്സാപ്പിലും ഇൻസ്റ്റഗ്രാമിലും അതുപോലെയുള്ള ലോകത്തും ഒക്കെ ഇങ്ങനെ കാണുന്ന റീൽസുകളും ദൃശ്യങ്ങളും, ചെറുപ്പക്കാരെ, കൂട്ടുകാരെ, സഹോദരിമാരെ, നിങ്ങൾ പറയൂ, എന്ത് ആഖിറത്തിലേക്കുള്ള ഗുണമാണ് നമുക്ക് നൽകിയത്? പോകട്ടെ, ദുനിയാവിൽ എന്ത് ഗുണം നൽകിയത്? ദുനിയാവിൽ ഇന്ന് നമ്മൾക്കിടയിൽ കാണുന്ന നമ്മളുടെ മക്കളുടെ ഇടയിലുള്ള എല്ലാ ഫസാദുകളുടെയും വലിയ ഒരളവിലുള്ള കാരണം ഇതിൽ നിന്നുള്ള അനുകരണങ്ങളാണ്. അവരെങ്ങനെ ഭക്ഷണം കഴിക്കുന്നു, ഇതിലുള്ള പണ്ട് നമ്മൾ പറയും, പരസ്യത്തില് ഒരു കല്യാണം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കല്യാണത്തിനുണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രൂപം അതൊന്നും ചിലപ്പോ മോശമായിക്കൊള്ളുന്നില്ല. പക്ഷെ അതിലൊക്കെ ഈ ഒരു സാമൂഹിക മാധ്യമങ്ങളിലെ അനുകരണങ്ങൾ, ഓരോ ആവശ്യമില്ലാത്ത വാർത്തകൾ, വർത്തമാനങ്ങൾ, പരിഹാസങ്ങൾ, ട്രോളുകൾ, ഇതിന് നമ്മൾ ഇങ്ങനെ മണിക്കൂറുകൾ കളയാൻ, നമ്മളുടെ സമയം ചെലവഴിക്കാൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, റജബും ശഅബാനും റമദാനൊക്കെ വരുമ്പോ ഒന്ന് നേരത്തെ ഇവിടെ ആരോ സംസാരിക്കുമ്പോ പറഞ്ഞതുപോലെ നമ്മളെ അങ്ങ് സ്ഫുടം ചെയ്യാൻ, നമ്മളെ അങ്ങ് ശുദ്ധീകരിക്കാൻ, എന്നിട്ട് ആ സ്വർഗത്തിന്റെ അഹലുകാരാക്കി നമ്മളെ മാറ്റാൻ. ഞാൻ പറഞ്ഞല്ലോ, അത് നമുക്ക് പഠിപ്പിച്ചു തന്നത് ആരാ? ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞ വർത്തമാനം നിങ്ങൾക്കറിയില്ലേ? ദഖൽതുൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ കടന്നു. കേൾക്കണേ നിങ്ങൾ, ഞാൻ സ്വർഗത്തിൽ കടന്നു. നമ്മൾ മദ്രസയിൽ കടന്നു, വീട്ടിൽ കടന്നു, നമ്മൾ ഒരു ഹോട്ടലിൽ കടന്നു, നമ്മളൊരു പള്ളിയിൽ കടന്നു. ഇതുപോലെ ഇതിനേക്കാൾ മനോഹരമായി റസൂലുള്ളാഹി പറയാണ്, ദഖൽതുൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അവിടെ ഞാൻ കണ്ട കാഴ്ച എന്താണ്? ഫഇദാ ഫീഹി റുമൈസ, അവിടെ ഞാൻ റുമൈസയെ കണ്ടു. ഇംറഅതു അബീ ത്വൽഹ, അബൂ ത്വൽഹയുടെ ഭാര്യയായ റുമൈസ എന്നവരെ ഞാൻ അവിടെ കണ്ടു. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരിമാര് മനസ്സിലാക്കേണ്ട കാര്യമാണ്, സ്വർഗം എന്ന് പറഞ്ഞാൽ അത് ആണുങ്ങളായ നമ്മളുടെ മുത്തകയല്ല. നബി കണ്ടതാരെയാണ്? സ്വർഗത്തിൽ റുമൈസ ബീവിയാണ്. അല്ലെങ്കിലും സ്വർഗം അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങിയ പെണ്ണിന്റെ കഥ പറയുന്നുണ്ട് ഖുർആൻ. وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين ومريم ابنة عمران التي أحصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. അല്ലാഹു ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും ഉപമ പറയുകയാണ്. ആരെ? ഇംറഅത ഫിറഔൻ, ഫറോവയുടെ ഭാര്യയെ. ആരാ ഫറോവയുടെ ഭാര്യ? ആസിയ ബീവി റളിയല്ലാഹു അൻഹാ. എന്താണ് അവരുടെ പ്രത്യേകത? ആസിയ ബീവിയുടെ പ്രത്യേകത എന്താണ്? മൂസ അലൈഹിസ്സലാമിനെ വിശ്വസിച്ചവരാണവർ. മൂസാ നബിയിൽ നിന്ന് പിന്മാറാൻ ഭാര്യയായ ആസിയ തയ്യാറല്ല എന്ന് കണ്ടപ്പോൾ ഫറോവ ചെയ്ത കുതന്ത്രം എന്തായിരുന്നു? ക്രൂരമായി മർദ്ദിക്കുക. ഫറോവയുടെ ശിക്ഷയുടെ രൂപം അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്. വഫിർഔന ദിൽ ഔതാദ്, അവൻ ആണികളുടെ ആളായിരുന്നു. അവൻ ആളുകളെ ശിക്ഷിക്കുക അങ്ങനെയാണ്, മലർത്തി അങ്ങ് കിടത്തും, ശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ ഉരിഞ്ഞു മാറ്റും, എന്നിട്ട് ഓരോ ഭാഗങ്ങളിലും ഇങ്ങനെ ആണിയടിക്കും. നഊദുബില്ല. ആസിയ ബീവി എങ്ങനെ ആണിയടിക്കുക, ശരീരത്തില്, നെഞ്ചില്, കയ്യില്, കാലില്, മൂക്കില്, അതുപോലെ കഴുത്തിൽ ഇങ്ങനെ ആണിയടിച്ച് രക്തം ഇങ്ങനെ ചീറ്റിത്തെറിക്കുമ്പോ ആസിയ ബീവി പതറല്ല, അല്ലാഹനെ വിളിക്കുകയാണ്. റബ്ബിബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന, അല്ലാഹുവേ നീ സ്വർഗ്ഗത്തിൽ എനിക്കൊരു വീട് പണിതു തരുമോ? എനിക്ക് സ്വർഗ്ഗത്തിൽ നീ ഒരു വീടുണ്ടാക്കി തരുമോ? അല്ലാഹു മഹദി അവരെ അറിയിച്ചു, ആസിയ ബീവിയെ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ ഒരു വീട് അല്ലാഹു ഉറപ്പ് നൽകിയിരിക്കുകയാണ്.
എങ്കിൽ പിന്നെ അല്ലാഹ് വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി, ഈ ഫറോവയിൽ നിന്നും അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും എന്നെ നീ രക്ഷിക്കണേ. വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ആളുകളിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഖുർആനിൽ സ്വർഗത്തിലുള്ള പെണ്ണിനെ കുറിച്ച്, സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്. എന്നതുപോലെ തന്നെ റസൂലുള്ളാഹി പറയുകയാണ്, ഞാൻ സ്വർഗത്തിലേക്ക് കടന്നപ്പോൾ ഞാൻ അവിടെ റുമൈസയെ കണ്ടു. അവരുടെ പേര് ഉമ്മു സുലൈം എന്നുമായിരുന്നു. ഉമ്മു സുലൈം എന്നും പറയും, റുമൈസ ബീവി എന്നും പറയും. ഇംറഅത്തു അബീ ത്വൽഹ, അബൂ ത്വൽഹയുടെ ഭാര്യയായ റുമൈസയെ ഞാൻ സ്വർഗത്തിൽ കണ്ടു എന്ന് സ്വർഗത്തിൽ കടന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം